ഹായ് ഓൾ, iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ISRO ടെക്നിക്കൽ അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നമുക്കറിയാം ഈ സെപ്റ്റംബർ 10 വരെ മാത്രമാണ് ഈ പറഞ്ഞ ISRO ടെക്നിക്കൽ അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ എന്താണ് ഈ നോട്ടിഫിക്കേഷനിൽ ഉള്ളത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് വെബ്സൈറ്റിൽ കൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതൊക്കെ സംബന്ധിച്ച് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം LPSCയിലേക്കാണ്, ലിക്വിഡ് പ്രൊപ്പൽഷൻ സെന്ററിലേക്കാണ് ഈ പറഞ്ഞ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അത് തിരുവനന്തപുരത്തുള്ള, അതായത് നമ്മുടെ വലിയമലയിലുള്ള ആ ഒരു സെന്ററിലേക്കാണ് ഇപ്പോൾ ഉള്ള ഈ വേക്കൻസി വന്നിരിക്കുന്നത്. വിവിധ സെന്ററുകളിലേക്ക് ഈ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെയും ടെക്നീഷ്യന്റെ ഒക്കെ വേക്കൻസികൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള വലിയമലയിലുള്ള LPSC സെന്ററിലേക്കാണ്. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് നിയമനം വരിക. പരീക്ഷാ കേന്ദ്രമൊക്കെ തിരുവനന്തപുരമാണ് വരിക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് ഈ പറഞ്ഞ ISRO ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ അസിസ്റ്റന്റിന് വേണ്ടി മാത്രമല്ല, ടെക്നീഷ്യനും ഹെവി വെഹിക്കിൾ ഡ്രൈവറും ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറും കുക്കും ഒക്കെ അത്തരം നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മെക്കാനിക്കലിനും ഇലക്ട്രിക്കലിനുമാണ് ടെക്നിക്കൽ അസിസ്റ്റന്റിൽ വിളിച്ചിട്ടുള്ളത്. ആ രണ്ട് ബ്രാഞ്ചുകൾക്കാണ്. ഡിപ്ലോമയാണ് ഇതിന്റെ യോഗ്യത. നിശ്ചിത ബ്രാഞ്ചിൽ ഡിപ്ലോമയുള്ള ആളുകൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഓൾറെഡി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇതിന്റെ ഒരു വേക്കൻസി ചാർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ISROയുടെ വെബ്സൈറ്റിൽ നിന്ന്, ISROയുടെ കരിയേഴ്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് കറക്റ്റായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ ഈ വിവരങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. 773 ആണ് ആ കോഡ് നമ്പർ. മെക്കാനിക്കൽ സ്ട്രീമിൽ 10 വേക്കൻസികൾ ആകെയുണ്ട്. 10 വേക്കൻസികളുണ്ട്. പ്രത്യേകം ഓർക്കുക, മെക്കാനിക്കൽ സ്ട്രീമിൽ 10 വേക്കൻസികളുണ്ട്. അതിൽ വലിയമലയിൽ 8 വേക്കൻസി, അതായത് തിരുവനന്തപുരത്ത് 8 വേക്കൻസിയും ബംഗളൂരുവിൽ 2 വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ കൂടുതൽ വേക്കൻസി ഉള്ളത് വലിയമലയിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതിൽ 4 വേക്കൻസി അൺറിസർവ്ഡ് ആണ്. പിന്നെ ബാക്കിയുള്ളത് റിസർവേഷൻ കാറ്റഗറികൾക്ക് ബാക്കി പോകും. അപ്പോൾ ഇലക്ട്രിക്കലിനും അതുപോലെ തന്നെ ഇലക്ട്രിക്കലിനും 1 വേക്കൻസിയാണുള്ളത്. ആ ഒരു വേക്കൻസി ബംഗളൂരുവിലാണ് ഉള്ളത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. റിസർവേഷൻ കാറ്റഗറിയിലാണ് ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ്, അതായത് ഫസ്റ്റ് ക്ലാസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ആണ് മെക്കാനിക്കലിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് ക്ലാസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കാണ് ഇലക്ട്രിക്കലിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിപ്ലോമയുള്ള ആളുകൾക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക. ഇതിന് ഹയർ ആയിട്ടുള്ള യോഗ്യതകളൊന്നും പറഞ്ഞിട്ടില്ല. നിശ്ചിതമായിട്ട് ഈ യോഗ്യത വേണം എന്നുള്ളതാണ് സാധാരണഗതിയിൽ ISROയുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഉള്ളത്. അതായത് നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബിടെക് എടുത്ത്, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിപ്ലോമ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഡിപ്ലോമ ഇല്ല, ബിടെക് ആണ് ഉള്ളതെങ്കിൽ അത് ഹയർ ആയിട്ട് നമുക്ക് ഇക്വലൻസി കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ISROയുടെ രീതി. ഇപ്പോൾ ഡിപ്ലോമ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ ഇതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ, അതിന് മുന്നേ പറയട്ടെ, iPlus ഈ പരീക്ഷയ്ക്കായിട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. നമ്മുടെ മെക്കാനിക്കലിന് വേണ്ടി, ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കലിന് വേണ്ടിയിട്ടാണ് iPlusന്റെ കോഴ്സ് ഉള്ളത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോഴ്സിന്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ നമ്പറുകളിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. സെപ്റ്റംബർ 10 വെച്ചിട്ടാണ് ഏജ് ലിമിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ SC ST ആണെങ്കിലും OBC ആണെങ്കിലും അവർക്ക് അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ കിട്ടുന്നതാണ്. 5 വർഷമോ 3 വർഷമോ കിട്ടുന്നതാണ്. ഏജ് ലിമിറ്റും പറയുന്നുണ്ട്, എന്ന് മുതൽ ജനിച്ചവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ജനറൽ കാറ്റഗറിയിലോ EWSലോ ഉൾപ്പെടുന്ന ആളുകളാണെങ്കിൽ 11/9/1989 സെപ്റ്റംബർ 11 അതിനുശേഷമോ ജനിച്ച ആളുകൾക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. OBC ആണെങ്കിൽ 1986 ആണ്. SC ST ആണെങ്കിൽ 1984 ആണ് അവരുടെ മാക്സിമം അങ്ങോട്ട് പോകുന്ന ഏജ് ലിമിറ്റ്. അതിനുശേഷം ഈ തീയതിയിലോ അല്ലെങ്കിൽ ഇതിന് ശേഷമോ ജനിച്ച ആളുകൾക്ക് മാത്രമേ ഈ പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇതൊക്കെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ 2 ഘട്ടമാണ്. റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, സ്കിൽ ടെസ്റ്റും ഉണ്ട്. അപ്പോൾ റിട്ടൺ ടെസ്റ്റ് എന്ന് പറഞ്ഞത് എന്താണ്, നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ 80 മാർക്കിന്റെ ഒരു പരീക്ഷയാണ് ഈ പറഞ്ഞ റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. 80 മാർക്കിന്റെ ഒരു പരീക്ഷയാണ്. 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂർ നമുക്ക് സമയം കിട്ടും. 1.5 മണിക്കൂറുള്ള ഒരു പരീക്ഷയാണ്. 80 മാർക്കാണുള്ളത്. നെഗറ്റീവ് ഉണ്ട്, 0.33 നെഗറ്റീവ് ഉണ്ട്. PSCയുടെ പോലെയൊക്കെ തന്നെ 0.33 നെഗറ്റീവ് ഉണ്ട്. അതാണ് റിട്ടൺ ടെസ്റ്റ്. ഈ റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആളുകളെയാണ് സ്കിൽ ടെസ്റ്റിലേക്ക് വിളിക്കുക. അതായത് ആകെയുള്ള വേക്കൻസിയുടെ 5 ഇരട്ടി ആളുകളെയാണ് ഈ സ്കിൽ, അത് വെച്ചിട്ടാണ് കട്ട് ഓഫ് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ ആ കട്ട് ഓഫ് കടക്കുന്ന ആളുകളെ സ്കിൽ ടെസ്റ്റിനായിട്ട് വിളിക്കുക.
സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്വാളിഫയിങ് നേച്ചറാണ്. അതായത് ഇപ്പോൾ മെക്കാനിക്കലൊക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലബോറട്ടറി ഉപകരണങ്ങളുടെയൊക്കെ പ്രവർത്തനം അതൊക്കെയാണ് ഈ സ്കിൽ ടെസ്റ്റിൽ വരിക. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണം എന്നുള്ളതാണ് ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം. അത് ക്വാളിഫയിങ് ആണ്. അതായത് ഇതിന്റെ മാർക്ക് സ്കിൽ ടെസ്റ്റിന്റെ മാർക്ക്, സ്കിൽ ടെസ്റ്റ് ശരിക്കും 100-ലാണ് നടക്കുന്നത്. അതിൽ 50 മാർക്കെങ്കിലും വേണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ. 100-ൽ 50 മാർക്കെങ്കിലും നേടിയവരെയാണ് ക്വാളിഫൈ ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുക. പക്ഷേ ഈ മാർക്ക് സെലക്ഷന് വേണ്ടി കൺസിഡർ ചെയ്യില്ല. സെലക്ഷന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നത് റിട്ടൺ ടെസ്റ്റിന്റെ മാർക്ക് മാത്രമായിരിക്കും. പക്ഷേ സ്കിൽ ടെസ്റ്റ് പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങളെ ഇതിന് പരിഗണിക്കുകയുള്ളൂ. അതാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ സ്കിൽ ടെസ്റ്റ് പാസ്സാവണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ ഇതിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുള്ളൂ, റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. പക്ഷേ അതിന്റെ മാർക്ക് ജസ്റ്റ് സ്കിൽ ടെസ്റ്റ് പാസ്സായാൽ മാത്രം മതി, അതിന്റെ മാർക്ക് കാര്യമില്ല. ഓക്കെ, ഇനി ഈ പറഞ്ഞതുപോലെ ഇത് രണ്ടും നടക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും കേട്ടോ. അത് കേരളത്തിലെ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അഡ്വാൻറ്റേജ് ആണ്. തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഒക്കെ നടക്കുക. അപ്പോൾ നിശ്ചിത യോഗ്യതയുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുക. കാരണം ഇതിന് പഠിക്കേണ്ട, ഇപ്പോൾ റിട്ടൺ ടെസ്റ്റിന് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് മെക്കാനിക്കലുമായി റിലേറ്റ് ചെയ്ത, അല്ലെങ്കിൽ ഇലക്ട്രിക്കലുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് പഠിക്കേണ്ടത് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് സിലബസിൽ. ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്ലോമ നിലവാരമുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. കോച്ചിങ്ങിന്റെ ആവശ്യമുണ്ടെങ്കിൽ I+ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് അതിൽ എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 10-ാം തീയതിയാണ്. അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 750 രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ഇത് നിങ്ങൾ ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പരീക്ഷ എഴുതിയാൽ അതിൽ 500 രൂപ റീഫണ്ട് ചെയ്ത് തരും. റിസർവേഷൻ ഉണ്ടെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ എക്സാം സെന്റർ തിരുവനന്തപുരമാണ് നമ്മൾ പറഞ്ഞു. ഇനി അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർക്കത് ഈ നോട്ടിഫിക്കേഷനിലും അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏത് വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്ലൈ ചെയ്യേണ്ടത് LPSCയുടെ വെബ്സൈറ്റിൽ നിന്നാണ്. www.lpsc.gov.in എന്ന വെബ്സൈറ്റിൽ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. അവിടെ പോയിട്ട് ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് നമ്മുടെ ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ സിഗ്നേച്ചറും കൊടുക്കണം. കൃത്യമായ വിവരങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യുക. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾ പഠിക്കുക. അധികം വൈകില്ല, ഈ പരീക്ഷയൊന്നും അധികം വൈകില്ല. ഉടനെ തന്നെ 3-4 മാസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ എക്സാം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നല്ലൊരു സർക്കാർ ജോലി, അതും കേന്ദ്ര സർക്കാർ ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.